ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ മിനിസ്റ്റർ ഇപ്പോൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ എം, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി ജോസഫൈൻ കെ എ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർവജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സീനിയർ എഡിറ്റർ, അസോസിയേറ്റ് എഡിറ്ററായിട്ടുള്ള ശ്രീ അനിരുദ്ധൻ ആർ, ഇന്ന് പ്രകാശിപ്പിക്കുന്ന 2 വിജ്ഞാനകോശങ്ങളുടെ എഡിറ്റേഴ്സ്, നിർമ്മിതകോശം വിജ്ഞാനകോശത്തിൻ്റെ എഡിറ്റർ ശ്രീ രാജേഷ് കുമാർ എസ്, വൈക്കം സത്യാഗ്രഹം വിജ്ഞാനകോശത്തിൻ്റെ എഡിറ്റർ ശ്രീ പ്രത്യൂഷ ചന്ദ്രൻ, കുമാരനാശൻ വിജ്ഞാനകോശത്തിൻ്റെ കവർ ഡിസൈൻ ചെയ്തതിൽ നടത്തിയ മത്സരത്തിൽ സമ്മാനം ലഭിച്ച ബഹുമാനപ്പെട്ട ആർട്ടിസ്റ്റ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഡിറ്റേഴ്സ്, മറ്റ് ഭരണവിഭാഗം, മറ്റ് വിഭാഗങ്ങളിലെ സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട സഹൃദയരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. സർവജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രവർത്തനനിരതമായ ഒരു വർഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ സാമ്പത്തിക വർഷം നമ്മൾ വളരെ തിരക്കിട്ട കാര്യങ്ങളിലായിരുന്നു. മാതൃഭാഷയിലൂടെ അറിവ് ലോകത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ വലിയ ലക്ഷ്യം സഫലമാകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കുമാരനാശനെക്കുറിച്ച് ഒരു ലഘുവിജ്ഞാനകോശം ഈ കഴിഞ്ഞ 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രകാശിപ്പിച്ചിരുന്നു. ഇന്ന് ഇവിടെ 2 ലഘുവിജ്ഞാനകോശങ്ങൾ പ്രകാശിപ്പിക്കുകയാണ്. ഒന്ന് നിർമ്മിത ബുദ്ധിയാണ്. എനിക്കൊന്ന് ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ, സാമൂഹിക എന്നല്ല ഭൗതിക ജീവിത ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമായിട്ടുള്ള ഒന്നാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൻ്റെ ഒരു പ്രവർത്തന എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ AIയെക്കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ, അതിൻ്റെ ശാസ്ത്രം, അതിൻ്റെ പ്രവർത്തനത്തിൽ സൂക്ഷിക്കേണ്ട നൈതികത, അതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, ഇങ്ങനെ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലഘുവിജ്ഞാന കോശത്തിനാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന. അതിൻ്റെ പ്രകാശനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിക്കുന്നത്. രണ്ടാമത് ഇന്ന് നമ്മൾ പ്രകാശിപ്പിക്കുന്ന പുസ്തകം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. വൈക്കം സത്യാഗ്രഹം 100 വർഷം പിന്നിടുന്ന ഒരു സന്ദർഭമാണിത്. അതിനെ സംബന്ധിച്ച് 100 വർഷത്തിനിപ്പുറം നിന്നുകൊണ്ട് അതിൻ്റെ ചരിത്രം, അതിൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനകത്ത് ഇടപെട്ട വ്യക്തികൾ, ഈ ഒരു സാമൂഹ്യ സന്ദർഭത്തിൽ അതിൻ്റെ പ്രസക്തി തുടങ്ങിയവയെല്ലാം നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഒരു ലഘുവിജ്ഞാനകോശത്തിനാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ ശ്രമിച്ചത്. അതാണ് ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്ന 2ാമത്തെ പുസ്തകം. ഈ 2 പുസ്തകത്തിൻ്റെ എഡിറ്റേഴ്സ് ഇവിടെയുണ്ട്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ ഡയറക്ടർ എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ്. വൈക്കം സത്യാഗ്രഹം വിജ്ഞാനകോശത്തിൻ്റെ മുഴുവൻ കോപ്പികൾ പ്രസിന് ലഭിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ്. 3-4 ദിവസത്തിനകം അത് വിപണിയിലെത്തും എന്ന ഉറപ്പ് നൽകുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മളുടെ ഈ മീറ്റിങ്ങിൽ 2 മന്ത്രിമാർ, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അവർ 2 പേരും ഒരു മീറ്റിങ്ങിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എങ്കിലും നമ്മുടെ മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇപ്പോൾ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS എനിക്ക് തോന്നുന്നു ഇപ്പോൾ അസൗകര്യം അറിയിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ചെറിയൊരു ക്രൈസിസിലായിരുന്നു. ഇവിടെ ഒരു 5-6 മിനിറ്റ് എനിക്കൊന്ന് എൻ്റെ തന്നെ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ സംസാരത്തിൽ വരുന്നതിനകത്ത് ഈ ജസ്റ്റ് ആ മൊമെൻറ്റിൽ ഇത്തരത്തിലൊരു അഭാവങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സംഘർഷം തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും എനിവേ നമ്മുടെ മന്ത്രി ഏതായാലും ഈ സന്ദർഭത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അദ്ദേഹം ഉടനെ എത്തും. പക്ഷേ ഞാൻ വിളിച്ചാൽ വിളപ്പുറത്തുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. ഇത്തരത്തിലൊരു ടെൻഷൻ വന്നപ്പോൾ സത്യൻ സാറെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹം എപ്പോഴും സഹോദരി എന്ന് പറയും, ചേച്ചി എന്ന് പറയും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അക്ഷരാർത്ഥത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നതുപോലെ ഓടിയെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഡോക്ടർ എം സത്യനോടുള്ള സന്തോഷവും സ്നേഹവും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സജി ചെറിയാൻ മിനിസ്റ്ററിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മിനിസ്റ്റർ എന്ന് പറയുന്ന സർവ്വവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് ആണ്. കാരണം സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും ഞെരുങ്ങുന്ന, എനിക്ക് തോന്നുന്നു വളരെയധികം ക്രൈസിസ് അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. പക്ഷേ ഇത്തരത്തിലൊരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നിരവധിയായ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയത്തൊക്കെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാനാണ്. ഒപ്പം ഏറ്റവും നല്ലൊരു രക്ഷാകർത്താവിനെ പോലെയാണ് പലപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും സർവ്വവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈസ് ചെയർമാനുമായ ശ്രീ സജി ചെറിയാൻ അവരുകളെ ഞാൻ ഏറ്റവും ബഹുമാനപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫൈൻ കെ, ശ്രീമതി ജോസഫൈൻ എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാക്ക് ബോണാണ്. എല്ലാ ഭരണപരമായ കാര്യങ്ങളിലും ഏറ്റവും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്ന ജോസഫൈൻ മാഡത്തിനെ ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള നമ്മളുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ അനിരുദ്ധനാർ, നിർമ്മത ബുദ്ധിയുടെ എഡിറ്റർ ശ്രീ രാജേഷ് കുമാർ എസ്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എഡിറ്റർ ശ്രീ പ്രത്യുഷ ചന്ദ്രൻ എന്നിവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്നും നേരെ വീണത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ശരിയാണ്, തെളിഞ്ഞിരിക്കുകയാണ്. കാരണം എല്ലാവരും മീറ്റിങ്ങിലാണ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഇതിന് നന്ദി പറയുകയാണ്. എനിവേ, ഇവിടെ കുമാരനാശാൻ വിജ്ഞാനകോശത്തിൻ്റെ കവർ ചിത്രരചനയിൽ സമ്മാനം നേടിയ ആളുകളുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ സഹപ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇതിനോട് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ സഹൃദയരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ KLF നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമാകാനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനും പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരുകളെ ക്ഷണിക്കുന്നു. ഇറങ്ങുന്നു മനമുയർന്നു തമസകറ്റുന്ന നറു വെളിച്ചം നിറയ്ക്കുന്നു തിരി കൊളുത്തുന്നു അക്ഷരം തീർക്കുന്ന ലോകം. പ്രിയപ്പെട്ട ഡോക്ടർ മിസ് മേരി ജോർജ്, വേദിയിലുള്ള ഡോക്ടർ സത്യൻ സാർ, ശ്രീമതി ജോസഫൈൻ, വേദിയിലെ സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക വകുപ്പിന് കീഴിൽ വളരെയേറെ പ്രാധാന്യവും പ്രസക്തിയുമുള്ള ഒരു സ്ഥാപനമാണ് സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട്. മലയാളത്തിൽ ഒരു വിജ്ഞാനകോശം തയ്യാറാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് നമ്മുടെ നാടിൻ്റെ വൈജ്ഞാനിക മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സർവ്വവിജ്ഞാനകോശമെന്ന ആദ്യ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനൊപ്പം തന്നെ വൈദ്യുതിവൽക്കരണത്തിലൂടെ വികസനോന്മുഖമായ പാതയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സാഹിത്യം, സാമൂഹ്യശാസ്ത്രങ്ങൾ, ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, ഗ്രാമീണകല, സാംസ്കാരികം തുടങ്ങിയ ഒട്ടേറെ വിഷയാധിഷ്ഠിത വിജ്ഞാനകോശങ്ങളുടെ പ്രസിദ്ധീകരണത്തിലും
സർവജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഇത്തരം പദ്ധതികളുടെ തുടർച്ചയെന്നോണം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന 2 ലഘുവിജ്ഞാനകോശങ്ങളുടെ പ്രകാശനമാണ് ഞാനിവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് വൈക്കം സത്യാഗ്രഹം, 2 നിർമ്മിതി ബുദ്ധി എന്നീ വിഷയങ്ങളെ അധികരിച്ചാണ് ഈ വിജ്ഞാനകോശങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത് വാർഷിക വേളയിലാണ് ഈ ലഘുവിജ്ഞാനകോശം പ്രസിദ്ധീകരിക്കുന്നത്. വളരെ പ്രാധാന്യമുണ്ട്. ആ സമരത്തിൻ്റെ നാളുകളെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ ഇന്ന് കേരളത്തിലാകമാനം സാംസ്കാരിക വകുപ്പും ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ സമരത്തിൻ്റെ നാൾവഴികളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം. അയിത്തത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരമായി നമ്മൾ കണക്കാക്കുന്നതാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നടന്ന ഐതിഹാസിക വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികൾ അയിത്തജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ച നിലപാടിനെതിരായിട്ടായിരുന്നു ആ പോരാട്ടം. കേരള സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിൽ അഭിമാനകരവും ആവേശകരമായിരുന്നു ഒരു അധ്യായമായിരുന്നു വൈക്കം സത്യാഗ്രഹം. മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടിത പ്രക്ഷോഭം നിലയിൽ വൈക്കം സത്യാഗ്രഹം നമ്മുടെ നാടിൻ്റെ പിൻകാല ചരിത്രത്തെ മാറ്റിമറിച്ചു. പിന്നോക്ക ജാതിക്കാരുടെ പൗരാവകാശ പ്രശ്നങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജീവൽ പ്രശ്നങ്ങളൊന്നാക്കി മാറ്റാൻ വൈക്കം സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. 20ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ലോകശ്രദ്ധ നേടിയ സമരവും വൈക്കം സത്യാഗ്രഹമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി നമ്മളും തമിഴ്നാടും യോജിച്ചാണ് ഈ വർഷം നടത്തിയത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് 2 സമ്മേളനങ്ങളാണ് വൈക്കത്ത് നമ്മൾ സംഘടിപ്പിച്ചത്. 10,000-കണക്കിന് ജനങ്ങൾ ആ സമ്മേളനത്തിൽ അണിനിരന്നു. കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. തീർച്ചയായിട്ടും അത്തരമൊരു ഉജ്ജ്വലമായ ചരിത്രത്തെ അടയാളപ്പെടുത്തി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഈ ലഘുവിജ്ഞാനകോശം ഏറെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 2ാമത്തെ ലഘുവിജ്ഞാനകോശം നിർമ്മിതി ബുദ്ധിയെപ്പറ്റിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് ലോകമേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് നിർമ്മിത ബുദ്ധി. മനുഷ്യജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ഘടനയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് നിർമ്മിതി ബുദ്ധി കരുതി വയ്ക്കുന്നത്. തീർച്ചയായിട്ടും തൊഴിൽ രംഗങ്ങളിൽ നിന്ന് നിർമ്മിതി ബുദ്ധി മനുഷ്യരെ മാറ്റി നിർത്തുമെന്നുള്ള ആശങ്കയുടെ സാഹചര്യം ഉണ്ടെങ്കിലും ലോകത്ത് വന്നിരിക്കുന്ന ഈ മാറ്റം തീർച്ചയായിട്ടും മനസ്സിലാക്കാനും നമ്മുടെ നാടിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഇത് പരമാവധി പ്രയോജനപ്പെടുത്താനും കഴിയണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിർമ്മിതി ബുദ്ധിയുടെ ഒട്ടേറെ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നിടുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഉപകരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇത്തരമൊരു ലഘുവിജ്ഞാനകോശം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 2 വിജ്ഞാനകോശങ്ങളും അറിവിൻ്റെ പുതിയ തലത്തിലേക്ക് നമ്മുടെ ജനങ്ങളെ നയിക്കാൻ ഉതകുന്നതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ കൂടുതൽ കുട്ടികൾ ചരിത്രവും ശാസ്ത്രവും എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. വായനക്കാർക്ക് അറിവ് പകരാനും അവരിൽ കൂടുതൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരത്തിനായുള്ള അന്വേഷണം ഉണ്ടാകാൻ തീർച്ചയായിട്ടും ഇത്തരം ലഘുവിജ്ഞാനകോശങ്ങൾ സഹായകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും സർവജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ മിസ് മേരി ജോർജിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല നിലയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുകയും നമ്മുടെ വകുപ്പിൻ്റെ കീഴിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാക്കി അതിനെ മാറ്റുന്നതിന് അവർ കഴിയുന്നു എന്നതും അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ 2 ലഘുവിജ്ഞാനകോശങ്ങളുടെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സർ, ഒരു ചെറിയ ചടങ്ങ് കൂടിയുണ്ട്. ഒരു സംസ്ഥാന സർവ്വജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച കുമാരനാശാൻ വിജ്ഞാനകോശത്തിൻ്റെ കവർ പേജ് സംസ്ഥാന അടിസ്ഥാനത്തിൽ മത്സരാടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തിയത്. അതിൽ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് നടക്കുന്നത്. അതിൽ 1ാം സമ്മാനം നേടിയത് ശ്രീ ബാലകൃഷ്ണൻ ആണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മാതൃഭൂമി സീനിയർ ആർട്ടിസ്റ്റായ ശ്രീ ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് 10,000 രൂപയും മെമൻറ്റോയും കുമാരനാശാൻ വിജ്ഞാനകോശവും അടങ്ങുന്ന സമ്മാനമാണ് നൽകുന്നത്. ശ്രീ ബാലകൃഷ്ണൻ. അടുത്തതായി സമ്മാനം നൽകുന്നത് ശ്രീ എസ് ബിജു ആണ്. അദ്ദേഹം കലാകാരനാണ്. മെമൻറ്റോയും കുമാരനാശാൻ വിജ്ഞാനകോശവും സമ്മാനമായി നൽകുന്നു ശ്രീ എസ് ബിജു.
അടുത്ത ആർട്ടിസ്റ്റായ ശ്രീ MK രമേശാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. മെമെൻറ്റോയും കുമാരനാശാൻ വിജ്ഞാനകോശവും സമ്മാനമായി. കവർ പേജ് വരച്ചതിനുള്ള സമ്മാനദാന വിതരണമാണ് നടക്കുന്നത്. അടുത്തത് ശ്രീ A അനന്ത്ലാൽ. അദ്ദേഹത്തെ ഹാർദമായി ക്ഷണിക്കുന്നു. പോലീസ് വകുപ്പിലെ സർക്കിൾ ഇൻസ്പെക്ടർ കൂടിയാണ് അദ്ദേഹം. അടുത്തത് ശ്രീ അഭിനവ്, ഫൈൻ ആർട്സ്. ശ്രീ സച്ചിൻ ജോസ്, വിദ്യാർത്ഥിയാണ്. സച്ചിൻ ജോസിനെ ക്ഷണിക്കുന്നു. ശ്രീ സച്ചിൻ ജോസ്. അടുത്തത് ശ്രീ അഭിനവും വിദ്യാർത്ഥിയാണ്. ഫൈൻ ആർട്സ് കോളേജിലെ അഭിനവിനെയും ക്ഷണിക്കുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷത നിർവഹിച്ച് സംസാരിക്കുന്നതിനായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M സത്യനെ ക്ഷണിക്കുന്നു. സത്യൻ സാർ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ 1 മിനിറ്റ് കടമെടുക്കുകയാണ്. ഈ 2 വിജ്ഞാനകോശ ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൽ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കപ്പെടുന്നതിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആളുകളെ ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. നിർമ്മിത ബുദ്ധി വിജ്ഞാനകോശം ഉണ്ടാകുന്നത് ഡോക്ടർ ലീന മേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അഡ്വൈസറി ബോർഡാണ്. ഇത്രയും എഫിഷ്യൻ്റായ ഒരു ഉപദേശ സമിതി, അക്കാഡമിക് ഒരു ലോകം എങ്ങനെയാകണമെന്നുള്ളതിൻ്റെ മാതൃകയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ഇത്രയും നന്നായി ടൈറ്റിൽ പ്രിപ്പയർ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ സന്ദർഭത്തിലും ആ ഗ്രൂപ്പിനകത്ത് നിരന്തരമായ ഡിസ്കഷൻസ് നടത്തിയ അവരെ എല്ലാവരും ഞാൻ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഡോക്ടർ അരുൺ സുരേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അഡ്വൈസറി ബോർഡിൽപ്പെട്ട അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. വൈക്കം സത്യാഗ്രഹ വിജ്ഞാനകോശത്തിൽ ഡോക്ടർ KS മാധവൻ്റെ നേതൃത്വത്തിലുള്ള ഉപദേശ സമിതിയാണ് പ്രവർത്തിച്ചത്. ആ ഉപദേശ സമിതി അംഗങ്ങൾ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി സത്യൻ സാർ സംസാരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഏതൊരു പ്രകാശന ചടങ്ങിനും ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിൻ്റെ ക്ലോക്ക് ഇങ്ങനെ നീങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു നെഞ്ചിടിപ്പുണ്ട്. അതാണിപ്പോൾ മ്യൂസ്മേരി ടീച്ചർക്ക് ഉണ്ടായത്. ഇത് ഇടയ്ക്കൊക്കെ എനിക്കും ഉണ്ടാകുന്നതാണ്. നമ്മൾ ഒരു പരന്ന സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് നടക്കാൻ വേണ്ടുന്നത് നമ്മുടെ കാലടികൾ വെക്കേണ്ടുന്ന സ്ഥലമാണെങ്കിൽ പോലും അതൊരു ഉയർന്ന പ്രതലത്തിൽ പാലത്തിലൂടെയാണെങ്കിൽ ആ സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മുടെ ബാലൻസ് പോയി പോകും. ഇതാണ് ഈ പ്രശ്നം. നമുക്ക് ഈ അരമണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോഴും 5 മിനിറ്റ് ബാക്കിയുണ്ട്. ഇതിൻ്റെ ടെൻഷൻ മുഴുവൻ ആയി ഒരു നിമിഷം ആരോടൊക്കെയോ അഭിസംബോധന ചെയ്യേണ്ടതെന്നോ ആരെയാണ് വിളിക്കേണ്ടതെന്നൊന്നും അറിയാതെ മ്യൂസ്മേരി ടീച്ചർ ഇങ്ങനെ കുഴങ്ങുന്നത് ഞാൻ അനുഭവിക്കുകയാണ്. ഈ ക്ലോക്കിൻ്റെ മിടിപ്പ് പോലെ അടുത്തിരുന്നപ്പോൾ എനിക്കും ആ ഹൃദയമിടിപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വിളിപ്പുറത്തുണ്ടായത്, ഞാൻ ഇപ്പോൾ കൊട്ടാരക്കരയ്ക്ക് പോകാനുള്ളതാണ്. എൻ്റെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തക പ്രകാശനം ഇപ്പം ഈ വേദിയിൽ നടക്കും തോന്നുന്നു. ഈ വേദി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തതാണ്. അതിന് നിൽക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ടീച്ചറുടെ ആ വിളിയിൽ എനിക്ക് വല്ലാണ്ട് പ്രയാസം തോന്നി. നമുക്കറിയാം, ഈ സംഘാടകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആ സമയം ഉണ്ടാവുള്ളൂ. നമുക്കാണെങ്കിൽ വിളിക്കുന്ന അതിഥികൾ എത്തിച്ചേരാനുള്ള വൈകൽ പല കാരണങ്ങൾ കൊണ്ടാവും. അതെല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് ടീച്ചർ അനുഭവിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇനി നന്ദി പറയാനുള്ളവർക്ക് 4 മിനിറ്റ് ഉണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വലിയ സന്തോഷമുണ്ട്. നമ്മൾ സർവ്വവിജ്ഞാനകോശത്തിൻ്റെ ആദ്യകാലത്തൊക്കെ ഈ 20 വോളിയം ഇറക്കുന്നതിൻ്റെ ഒരു പാടേ ഉള്ളുമായിരുന്നു. ഇപ്പോൾ ടീച്ചർ വന്നതിന് ശേഷം ഈ ലഘു ആയിട്ട്, അത്ര ലഘുവല്ലാത്ത പ്രവർത്തനത്തിലൂടെ അങ്ങനെ ലഘു വിജ്ഞാനകോശങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ നിർമ്മിതി ബുദ്ധിയുടെ പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. എനിക്ക് അതിൽ ചെറിയൊരു അസൂയയും കൂടി ഇല്ലാതെയല്ല. തീർച്ചയായിട്ടും ഈ രീതിയിൽ വർത്തമാനകാലത്ത് ആവശ്യമുള്ളത് നൽകാൻ ടീച്ചർക്ക് കഴിയുന്നു എന്നുള്ളത്, മറ്റ് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് സർവ്വവിജ്ഞാനകോശം ആയാലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഒക്കെ പുസ്തകം ഇറക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രയാസം അറിയുന്ന ഒരാളാണ് ഞാൻ. ഈ വേദിയിൽ അനുഭവിക്കുന്ന പ്രയാസം മാത്രമല്ല, അത് പുറത്തെത്തിക്കാനുള്ള പ്രയാസം. ഇപ്പം തന്നെ അത് പൂർണ്ണമായിട്ടും എല്ലാവരുടെയും കൈകളിൽ എത്തിക്കാൻ പോലും നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തതിന് ടീച്ചറെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. പിന്നെ ഈ തമ്മാമിലുള്ള ഒരു അഭിനന്ദനം ആയതുകൊണ്ട് ഞാനത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഇങ്ങനെ പെട്ടെന്നാണെങ്കിൽ പോലും ഈ ഒരു അവസരം നൽകിയതിനുള്ള സന്തോഷവും കൂടി അറിയിക്കുന്നു. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തുന്നത് സംസ്ഥാന സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി ജോസഫൈൻ അവർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൃത്യ നിർവഹണത്തിലേക്ക് ഞാൻ തുടങ്ങുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വർഷം പുറത്തിറക്കിയ ആദ്യം കുമാരനാശാൻ വിജ്ഞാനകോശം പുറത്തിറക്കി. അതിനുശേഷം ഇപ്പോൾ ഈ വേദിയിൽ 2 ലഘുവിജ്ഞാനങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒന്ന് നിർമ്മിത ബുദ്ധി, 2 വൈക്കം സത്യാഗ്രഹം. ഈ പ്രകാശന കർമ്മത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുന്നത് സാംസ്കാരിക വകുപ്പ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു കളക്ടേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അതിൽ തിരക്ക് മൂലമാണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, ഇതിന് തടസ്സം നേരിട്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. സാറ് ഇതിൽ സന്തോഷത്തോടെ വന്ന് എപ്പോഴും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ് സാറിനെ. അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ സാറ് വന്ന് പങ്കെടുക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ അധ്യക്ഷ സ്ഥാനം വഹിച്ച് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ സത്യൻ സാറിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും കടപ്പാടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ 2 പുസ്തകങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ സമയമില്ലാത്ത സമയത്ത് പോലും ബ്രേക്ക് എടുത്താണ് ഈ മീറ്റിങ്ങിൽ നിന്നും ഇങ്ങോട്ട് ഈ ക്രിട്ടിക്കൽ ടൈമിൽ എത്തിയതും ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചതും. സാറിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും വ്യക്തിപരമായ പേരിലും സാറിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്വാഗത പ്രസംഗം പറഞ്ഞ നമ്മുടെ ഡയറക്ടർ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നട്ടല്ലെന്ന് വേണം പറയാൻ മാഡത്തിന്. നമ്മുടെ സഹപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം മാഡം എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതും മറ്റുള്ള സ്ഥാപനങ്ങളെപ്പോലെ മുൻനിരയിൽ എത്താൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന മാഡമാണ് ഡോക്ടർ മ്യൂസ് മേരി മാഡം. മാഡത്തിന് സഹപ്രവർത്തകരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അകമഴിഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ നിർമ്മിത ബുദ്ധി, വൈക്കം സത്യാഗ്രഹം എന്നീ പുസ്തകങ്ങൾ പ്രകാശനകർമ്മത്തിന് ഒരുക്കിയത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അതിൽ കോർഡിനേറ്റർമാരായ ശ്രീ രാജേഷ് കുമാർ സാറ്, അതുപോലെ പ്രത്യുഷ ചന്ദ്രൻ, അതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്തിട്ടുള്ള മറ്റ് കോർഡിനേറ്റേഴ്സ്, അതുപോലെ കോഡിറ്റേഴ്സ്, അതുപോലെ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, അവരുടെയും കൂടെ ഉപദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പലതരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒരു പുസ്തകം ഈ രൂപത്തിൽ ഇറങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവിധ വിഭാഗങ്ങളും ഇതിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. A to Z എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ കുമാരനാശാൻ വിജ്ഞാനകോശം, ലഘുവിജ്ഞാനകോശം നമ്മൾ ഇറക്കി. അപ്പോൾ അതിലെ ആ കവർ ചിത്രരചനയിലും മത്സരത്തിൽ വിജയിച്ചവർക്കാണ് നമ്മൾ സമ്മാനദാനം നൽകിയത്. അതിൽ ഇവിടെ വന്ന് പങ്കെടുക്കുകയും ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഈ സമ്മാനം വാങ്ങിയതിനും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലും ഇനിയും നിങ്ങളുടെ കോഓപ്പറേഷൻ, സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ഒന്നുകൂടി ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ടെൻഷൻ കാരണമാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സംസ്ഥാന സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.